വളരെ ഹെൽത്തി ആയിട്ട് നമ്മളിന്നൊരു സമ്മർ ഡ്രിങ്ക് ഉണ്ടാക്കണം കേട്ടോ. ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ഷേക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല തിക്കായിട്ടും അതുപോലെ തന്നെ കുറച്ച് ലൂസായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചൂട് കാലത്ത് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയാവും കേട്ടോ. നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് അത്യാവശ്യം വലുതായിരിക്കണം കേട്ടോ. ക്യാരറ്റാണ് നമ്മൾക്കിതിൽ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതിനെ ഒന്ന് മുറിച്ചെടുത്ത് വരാം. ഞാനിപ്പോൾ അത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് വെന്ത് പെട്ടെന്ന് ഇങ്ങനെ ഉടയുന്ന പാകത്തിലാവണം കേട്ടോ. അപ്പോൾ ഈ വെള്ളം വറ്റുന്നവരെ വെന്തതിന് ശേഷം ഞാൻ വേവിച്ച് നല്ല ചൂടാറിയതിന് ശേഷമാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പപ്പായയുടെ പകുതി പപ്പായ ഞാൻ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഫ്രീസ് ചെയ്തതാണ് പപ്പായ. നല്ല പഴുത്ത പപ്പായ ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല വെന്ത് ഉടഞ്ഞിട്ടുള്ള, എന്നാൽ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഉടയരുത്. പെട്ടെന്ന് നമ്മൾ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ നന്നായി മാഷ് ആവുന്ന രീതിയിൽ ക്യാരറ്റ് വെന്തിരിക്കണം. അപ്പോൾ ഈ ക്യാരറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട്, അതുപോലെ തന്നെ ആദ്യം ഞാൻ 1 കപ്പ് നല്ല തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ തലേ ദിവസം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ. ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു 4 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പപ്പായൊക്കെ ആണെങ്കിൽ അതിൽ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കണ്ണൂർ കോക്ടെയിലൊക്കെ പോലെ തന്നെയാണ് ഇതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ കാണിച്ചു തരാം. ഇത് തന്നെ നമുക്ക് ലൂസായിട്ടും അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോൾ നല്ല തിക്കായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ ഒരു സമയത്ത്, ഇത്രയും ചൂടുള്ള സമയത്തൊക്കെ വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ റെഡിയാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, ഇത് ഓപ്ഷനിലാണ്, നമ്മൾക്കിതിലേക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ നമ്മൾ കോക്ടെയിൽ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, ഞാനിതിൽ കോൺഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇത് കണ്ണൂർ കോക്ടെയിലായി മാറുന്നത് കേട്ടോ. പക്ഷെ അതിന് വേറൊരു ടേസ്റ്റാണ്. അതിങ്ങനെ ഉണ്ടാക്കിയ പാട് തന്നെ കഴിക്കണം. ഇതിങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ, ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കിതിലിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള സമ്മറിൽ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ